السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي مالك الحارث بن العاصمي الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أو موبقها റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിലെ 223 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ 23 നമ്പറായി രേഖപ്പെടുത്തിയത്. അബൂ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൻ്റെ ഏറ്റവും അവസാന ഭാഗവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ജീവിതം എന്ന കഥാപുസ്തകത്തിലെ പേനയാണ് ശരീരം. ആളുകളൊക്കെ പറയാറുണ്ട് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയാനാവൂ എന്നുള്ളത്. ആ പേനയിലെ മഷിയാണ് റൂഹ് അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളത്. മഷി തീർന്നാൽ കഥ കഴിയും, പിന്നെ എഴുത്തിന് ചന്തം ഉണ്ടാവില്ല. ഈ മഷി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രസവിക്കാൻ വൈകിയാൽ ആ കുട്ടി മഷി കുടിച്ചു എന്ന് പറയുന്നൊരു അവസ്ഥ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരു രോഗി, ഇന്നത്തതുപോലെ വെന്റിലേറ്ററും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, കൊല്ലാനുള്ള സംവിധാനങ്ങൾ, പുതിയ ആധുനിക സംവിധാനങ്ങൾ ഏറെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെവിടെ അന്റാർട്ടിക്കയിലും അമേരിക്കയിലും ഒക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റബ്ബർ പന്ത് ചാടിക്കുന്ന പോലുള്ള വെന്റിലേറ്ററിലിട്ട് ചത്തതിനെ എത്ര കാലം പടയിക്കണം എന്നുള്ളത് കണ്ടുപിടിച്ച ലോകത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പഴയ തലമുറയിൽപ്പെട്ട ആളുകളും നാട്ടിലേതെങ്കിലുമൊക്കെ വൈദ്യനുണ്ടാവും, കയ്യിൻ്റെ ഞരമ്പൊക്കെ പിടിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ. അയാൾ പറയും ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ, അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും വയറ്റുന്ന് മോഷൻ എന്ന് പറയുന്ന വയറ്റുന്ന് പോയത് കറുത്ത നിറാണോ, അതിനാണ് മഷി എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും മഷി ജീവിതത്തിൽ നിന്ന് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നീടില്ല. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ ബീഡിയും സിഗരറ്റും പുകയിലേക്ക് മുറുക്കി ഹാൻഡ്സൊക്കെ വെച്ച് പാൻമസലേക്ക് തിന്നു നടക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ട് നമ്മളെന്താ പറയുക, എന്തിനാണ് ഇതൊക്കെ തിന്നു കയറ്റണത്, ഇതൊന്നും ശരിയല്ല, ഇത് ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപദേശിക്കും. എന്തുകൊണ്ടാണ്? അയാളുടെ ശരീരം ആകുന്ന ഈ ജീവിതത്തിലെ കഥാപുസ്തകത്തിലെ പുസ്തകം തീരാതെ ഇരിക്കാനുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ ജീവിതം ഒന്നുമല്ലാതെയാക്കി ഒരു പഴങ്കഥയാക്കി തള്ളുന്ന കുറേ ആളുകളുണ്ട്, സീറോ ആയി ജീവിക്കുന്നവർ. ഒരു കാലത്ത് അവരൊക്കെ കൊടിവെച്ച കാറിൽ പറക്കുന്ന ഹീറോകളായിരുന്നു, ഇന്നവർ സീറോ ആയി, എല്ലാം തീർന്നു. ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖസറത് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവും കിട്ടിയില്ല പരലോകവും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഒരു മനുഷ്യായുസ്, ഒരു പുരുഷായുസ് മുഴുവൻ എന്തിനു വേണ്ടി ജീവിച്ചു? 60 70 ഏറി വന്നാൽ 100 കൊല്ലം എന്ന് വിചാരിച്ചു. ഒരു 100 കൊല്ലം ജീവിച്ചിട്ട് ദുനിയാവിൽ നിന്ന് ഒന്നും കിട്ടിയില്ല, സമ്പൂജ്യനായിപ്പോയി. ആഖിറത്തിലോ അതിനേക്കാൾ പരമ വട്ടപൂജ്യമായി മാറുക. ഔപചാരികമായി പറയുന്നതല്ല, ആധികാരികമായി അല്ലാഹ് പറയാ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സൂറത്ത് ഹാഖയിലെ 28 മുതലുള്ള ആയത്ത് പറയാ, മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. പടച്ചോനെ അരമുറുക്കിയിട്ട് ബെൽറ്റ് കുത്തി കുത്തി ബക്കിള് ചെറുതാക്കി പാൻറ് ടൈറ്റാക്കിയിട്ട് അരമുറുക്കിയിട്ട് വിശപ്പ് എന്ന വികാരം നഷ്ടപ്പെട്ടു പോയിട്ട് ഭാര്യയ്ക്ക് വേണ്ടുന്ന ജീവിതം 21 22 വയസ്സിൽ തുടങ്ങിയ വിവാഹത്തിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ഭാരം വലിക്കൽ ഒരു വണ്ടിക്കാളെ പോലെ വലിച്ചു മുതുകത്ത് തഴമ്പ് വന്ന് അവസാനം കുരച്ചു തുപ്പി സിറ്റൗട്ടിൽ കിടത്തി തന്ന ചാരുകസേരിൽ കിടക്കുന്ന കാലം അത്രയും ജീവിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഒന്ന് പോലും സ്വന്തം ആവശ്യത്തിനുണ്ട്. ആ മക്കളെ 10 രൂപ വാപ്പ ഒന്ന് ചായ കുടിക്കട്ടെ എന്ന് പറയാം, വാപ്പാക്ക് ചായ വേണ്ട, ഇവിടെ അല്ലേ
ഷുഗറുള്ളതല്ലേ, നിങ്ങൾ പുറത്തു പോകണ്ടായെന്ന് പറഞ്ഞ് കാലിലും കയ്യിലും ഒക്കെ ചങ്ങലക്കിട്ട് മൂലക്കിട്ട് വെക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞത് മാ അഗ്നാ അന്നി മാലിയ, എനിക്ക് എൻ്റെ സമ്പത്ത് ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, ഒരു കാലത്ത് വാപ്പാൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാ, ഭർത്താവിന് വേണ്ടപ്പെട്ടവനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. ഇപ്പൊ ആർക്കും വേണ്ട. കല്യാണത്തിന് വിളിക്കാൻ വന്നവൻ പോലും കയറി വരുമ്പോൾ ഒരു സലാം പറയാനും ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സലാം പറയാനുള്ള ഒരു യന്ത്രം മാത്രമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അകത്താണ്. പടച്ചോനെ, ഇങ്ങനൊരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന് പറയുമ്പോൾ അല്ലെന്ന് പറയാ, ശരി പാവം മനുഷ്യ, സാധു, ഈ നാൾ ജീവിച്ചോ, സ്വർഗത്തിലേക്ക് പോയിക്കോന്ന് അല്ല പറയാ. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹു സുമ്മൽ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹു. അവനെ പിടിച്ച് ബന്ധിച്ച് കെട്ടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന കാരണത്. കാരണം എന്താ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അവൻ മഹാനായ റബ്ബിൽ വിശ്വസിച്ചില്ല. സഹോദരന്മാരെ, താൻ ചത്ത് മീൻ പിടിക്കുക എന്ന് പറയാറില്ലേ പലപ്പോഴും? എന്തിനാണത്? അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ സൂറത്ത് ഇൻഷിഖാഖിൽ പറയാം, ആ മനുഷ്യൻ ജീവിതത്തിൽ ജീവിച്ചപ്പോ മോശക്കാരനൊന്നും ആയിരുന്നില്ല. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ, എല്ലാവർക്കും ഇടയിൽ സന്തുഷ്ടവനായിരുന്നു, സന്തോഷവാനായിരുന്നു, പ്രതാപമുള്ളവനായിരുന്നു. ഇന്നഹു വന്ന യഹൂർ, പക്ഷെ അവനൊരു രോഗം ഉണ്ടായിരുന്നു. ക്യാൻസർ അല്ല, മറ്റേതെങ്കിലും മാരക രോഗങ്ങളല്ല. പടച്ചോനെ കണ്ടുമുട്ടണമെന്നൊരു ചിന്ത അയാളെ മനസ്സ് തോന്നിച്ചില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. മടക്ക യാത്രയെ പറ്റി ചിന്തിക്കാത്ത ഒരുത്തൻ, അവൻ ചത്ത് മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ പിന്നെന്തിനാണ് ജീവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഔ മൂബിഖഹാ, അല്ലെങ്കിൽ അവനവന്റെ സ്വന്തം ശരീരത്തെ നരക ശിക്ഷയിലേക്ക് തള്ളിയിട്ട് ജീവിതം തുലച്ചു കളയുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ഭാഗ്യദോഷികളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. അവനവന്റെ ജീവിതം നാളെ പരലോകത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാദിക്കവും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.